അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അലീമാ. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒരു ഹദീസ് മനസ്സിലാക്കാം, ഒരു ചരിത്രം. നിഷ്കളങ്കനായ ഒരു പ്രവാചക പ്രേമിയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാം. ഉവൈസ് ബിൻ ആമിർ എന്ന വെറുമൊരു ആട്ടിടയൻ, കറുത്ത് മെലിഞ്ഞ ഒരു ഫക്കീർ, കണ്ടാൽ ആരും ശ്രദ്ധിക്കാത്ത പ്രകൃതം, കാഴ്ചയിലേതുപോലെ തന്നെ തികഞ്ഞ ഒരു ആബിദ്, ഹൈറു താബിയങ്ങളിൽ ഹൈറായവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച വ്യക്തിത്വം. മാത്രമല്ല, പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ അള്ളാഹുവിൽ നിന്ന് മറുപടി ലഭിക്കുന്ന അപൂർവ മഹാത്മാരിൽ ഒരാൾ. മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മാതാവിന് വേണ്ടി, മാതാവിനെ പരിപാലിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് മാതാവിൻ്റെ പൂർണ്ണമായ പൊരുത്തം കരസ്ഥമാക്കിയ ഒരു പുണ്യാത്മാവ്. എന്തുകൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും നബി തങ്ങളെ ഒന്ന് കാണുവാൻ കഴിയാത്ത ഹതഭാഗ്യൻ ഉവൈസ് ബിൻ ആമിർ എന്ന നിഷ്കളങ്കനായ പ്രവാചക പ്രേമി എന്നും ഓർത്തോർത്ത് കരയും. മദീനയിൽ പോകണം, ഒന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ ഒന്ന് കാണണമെന്ന് ഓർമ്മിച്ച് കരയും. പോവാൻ നിവർത്തിയില്ല. കാരണം വാർദ്ധക്യത്തിലെത്തിയ മാതാവിനെ നോക്കാൻ ആരുമില്ല, മാതാവിൻ്റെ സംരക്ഷണ ഏൽക്കാൻ ആരുമില്ല. എങ്ങനെയാണ് ഞാൻ പോകുന്നത്? മാതാവിൻ്റെ പൊരുത്തമില്ലെങ്കിൽ എങ്ങനെയാണ് പോയി അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുക? ഇതൊന്നും സാധ്യമല്ലാതെ മഹാനവറുകൾ കരഞ്ഞു. ഒരു ദിവസം മാതാവിനോട് മദീനയിൽ പോയി അള്ളാഹുവിൻ്റെ റസൂലിനെ ഒന്ന് കാണുവാൻ അനുമതി തേടി. സ്നേഹനിധിയായ മാതാവ് ഒരു നിശ്ചിത ദിവസത്തിനകം തിരിച്ചെത്തണം എന്ന നിബന്ധനയോട് ആ പൊന്നുമകന് അനുമതി നൽകി. അങ്ങനെ ഉവൈസ് ബിൻ ആമിർ എന്ന നിഷ്കളങ്കനായ പ്രവാചക പ്രേമി വളരെ സന്തോഷത്തോടു കൂടി മാതാവിനെ ഇരുത്തിയിട്ട് അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട് മദീനയിലേക്ക് യാത്രയായി. വളരെ സന്തോഷത്തോടു കൂടി യാത്രയായി. മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ പൂത്തിരികൾ മഹാനവറുടെ ഹൃദയത്തിൽ കത്തുകയാണ്. കാരണം തൻ്റെ ഹബീബിനെ ഒന്ന് കാണുവാനുള്ള സ്നേഹം. അങ്ങനെ വേഗത്തിൽ പലതും സ്വപ്നം കാണുകയാണ് മഹാനവറുകൾ സ്വപ്നം കാണുകയാണ്. മദീനയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമ്പോഴുള്ള ആ രംഗങ്ങളും ആ അസുലഭ നിമിഷങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുര മനോഹരമായ ശബ്ദം, തേനൂറുന്ന മൊഴികൾ, പൂർണ്ണചന്ദ്രനെ പോലും വെല്ലുന്ന പ്രശോഭിതമായ വദനം. എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും പോയി എൻ്റെ ഹബീബിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് മഹാനവറുകൾ നടക്കുന്നത്. പെട്ടെന്ന് മഹാനവറുകളുടെ നടത്തുകൾക്ക് വേഗത കൂട്ടി ഈന്തപ്പനയെയും മുന്തിരിവള്ളികളെയും കടത്തി വെട്ടിക്കൊണ്ട് മഹാനവറുകൾ പെട്ടെന്ന് തന്നെ വളരെ വേഗതയിൽ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും നടന്ന് മദീനയെത്തി. മദീന അതിർത്തി കടന്നപ്പോൾ മഹാനവറുകളുടെ പ്രവാചക പ്രേമം മണപൊട്ടി ഒഴുകാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിനുള്ള ആ മോഹം മനസ്സിൽ മത്തുപിടിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് കണ്ടുപിടിച്ച് മഹാനവറുകൾ അവിടെ ചെന്നപ്പോൾ സങ്കടവും സന്തോഷവും സഹിക്കാൻ വയ്യാതെ മഹാനവറുകൾ ആ പ്രേമഭാജനത്തെ സംബോധനം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. ഇത് കേട്ടപ്പോൾ ഉടൻ തന്നെ മറുപടി ലഭിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടിയാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഇല്ല, യുദ്ധത്തിന് പോയിരിക്കുന്നു.
ഇത് കേട്ടതും ഉവൈസ് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു പോയി. പ്രതീക്ഷിക്കാത്ത മറുപടി. ഇത്രയും ദൂരം നടന്ന് കാൽനടയിൽ വന്ന് തൻ്റെ ഹബീബിനെ ഒന്ന് കാണുവാൻ വന്നപ്പോൾ കേട്ട മറുപടി കേട്ട് തള്ളയെ കാണാനാവാത്ത കിടാവിനെ പോലെയായി. മഹാനവറുകൾ സങ്കടം കൊണ്ട് ബോധരഹിതനായി നിലത്ത് വീണു. കുറേ നേരം കഴിഞ്ഞ് അവിടെ നിന്നും ചാടി എണീറ്റു. വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ഹബീബ് വന്നോ? വീണ്ടും പഴയ മറുപടിയാണ് കിട്ടിയത്. വീണ്ടും മഹാനവറുകൾ കരഞ്ഞ് ബോധം കെട്ടു വീണു. മൂന്നാമത് മഹാനവറുകൾക്ക് ബോധം വീണ് ചാടി എണീറ്റ് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് വന്നോ? വീണ്ടും ഈ മറുപടിയാണ്, വന്നില്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. മഹാനവറുകൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സങ്കടത്തോടുകൂടി പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് തന്ന സമയം എത്തിയിരിക്കുന്നു, എനിക്ക് തിരിച്ചു പോകണം. എൻ്റെ ഹബീബ് വന്നാൽ ഒന്ന് പറയണേ, ഉവൈസ് ബിൻ ആമിർ എന്ന ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വന്നിരുന്നു എന്ന് പറയണേ എന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് യാത്രയായി. മദീന അതിർത്തി കടന്നു. മദീന അതിർത്തി കടന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. നേരെ വന്നത് ഐഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ഐഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നപ്പോൾ മഹദി അവറുകൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ വിളിച്ചു പറഞ്ഞു, സഹാബ, നിങ്ങൾ ഉവൈസ് വന്ന വഴിയെ പോകുക. അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കാൻ പറയണം, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ സഹാബാക്കൾ തിരച്ചിലാരംഭിച്ചു. മഹാനവറുകൾ വന്ന വഴിയെ പോയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ നിരാശയോടെ സഹാബാക്കൾ തിരിച്ചു വന്നു. നബി തങ്ങളെ വിവരമറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ സഹാബാക്കളെ വിളിച്ചു. കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബാക്കളെ വിളിച്ചു പറഞ്ഞു, സഹാബ, ഞാനൊരു കാര്യം പറയുകയാണ്. ഉവൈസ് ബിൻ ആമിർ എന്ന ഒരു താബിയങ്ങളിൽ ഹൈറായവർ എന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹുവിനോടത്ത് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം അള്ളാഹുവിനോട്. അദ്ദേഹത്തെ കൊണ്ട് വേണം ദുആ ചെയ്യിപ്പിക്കാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമായി. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമെത്തിയപ്പോൾ ഹജ്ജ് വേളയിൽ അവർ ഹജ്ജിന് പോയി. മക്കയിൽ ഹജ്ജിന് പോയപ്പോൾ ഹജ്ജ് വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഈ വിവരം മനസ്സിൽ വെച്ചുകൊണ്ട് യമനിൽ നിന്നും വന്നവരെ ചോദിച്ചപ്പോൾ ഉവൈസ് എന്ന ഒരാൾ യമനിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയും കണ്ടുമുട്ടി ചോദിച്ചു, താങ്കളാണോ ഉവൈസ് ഇബ്നു ആമിർ? അതെ, ഞാൻ തന്നെ. താങ്കൾ മുറാദ് ഗോത്രക്കാരനായിരുന്നു, പിന്നെ ഖറൻ ഗോത്രക്കാരനായി അല്ലേ? അതെ. താങ്കൾക്ക് ശരീരത്തിൽ വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. ഒരു ദിർഹമിൻ്റെ വട്ടത്തോളം താങ്കൾക്ക് രോഗം അവശേഷിച്ചിട്ടില്ലേ? ഉണ്ട്. താങ്കളെ കൊണ്ട് തൃപ്തയായ ഒരു മാതാവ് ഉണ്ടായിരുന്നു? ഉണ്ട്. ഇതെല്ലാം അദ്ദേഹം ചോദിച്ചപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനവറുകൾ ചോദിക്കുന്നു, താങ്കൾ ആരാണ്? ഇതെല്ലാം വിശദമായി പറയാൻ താങ്കൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്കളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. താങ്കളെ കണ്ടുമുട്ടിയാൽ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. അതിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഞാൻ ആരാണെന്ന് താങ്കൾ ചോദിച്ചു. ഞാൻ മക്കയിലെ ഭരണാധികാരി ഉമർ ഫാറൂഖാണ്. പ്രിയമുള്ളവരെ, ചിന്തിക്കുക, ഫാറൂഖ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മക്കയിലെ നീതിമാനായ ഭരണാധികാരി. ഞാൻ രാമരാജ്യം കൊണ്ട് വിവക്ഷിക്കുന്നത് ഉമർ ഫാറൂഖിൻ്റെ ഭരണത്തെയാണെന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞ നീതിമാനായ ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലും ഒരു പാവപ്പെട്ട ആട്ടിടയന് മിസ്കീനുമായ ഒരു ഫഖീറായ ഒരു മനുഷ്യനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചുവെങ്കിൽ, വളരെ ധനാഢ്യനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ദുആ ചെയ്യിപ്പിച്ചുവെങ്കിൽ അത് പ്രവാചക സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളെല്ലാവരും അതുപോലെ മുഹബ്ബത്തിൻ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശങ്ങളെ, സുന്നത്തുകളെ ശിരസിൽ വഹിച്ച് സന്ദേശവാഹകരായി
നമ്മൾ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അള്ളാഹുവേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങളുടെയും മനസ്സുകളിൽ നിൻ്റെ ഹുബ്ബ് കൊണ്ട് നിറയ്ക്കണേ റഹ്മാനെ. അള്ളാഹുവേ, പരീക്ഷ സമയമാണ് നാഥ. ഞങ്ങളുടെ എല്ലാ സന്താനങ്ങൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ നീ തൗഫീക്ക് ചെയ്യണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും വിദേശത്തുള്ളവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ സന്താനങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികളെയും നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അള്ളാഹ്, ഞങ്ങളുടെ ദുആയെ നീ കബൂലാക്കണേ അള്ളാഹ്. ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.